CPM-ന് വൻ ഇരുട്ടടി. സെക്രട്ടേറിയറ്റിലെ CPM അനുകൂല ജീവനക്കാരുടെ സംഘടനയിൽ പൊട്ടിത്തെറി. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നീക്കി. ഭരണസിരാ കേന്ദ്രത്തിൽ തന്നെ മുഖ്യന്റെ പാർട്ടിയിൽ പൊട്ടിത്തെറി. സെക്രട്ടേറിയറ്റിലെ CPM അനുകൂല ജീവനക്കാരുടെ സംഘടനയിലാണ് പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനിലാണ് ഭിന്നത. സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നീക്കി. KN അശോക് കുമാറിനെയാണ് നീക്കിയത്. തീരുമാനത്തിൽ പ്രതിഷേധിച്ച കൗൺസിൽ യോഗത്തിൽ നിന്ന് അശോക് കുമാറും മറ്റു 3 പേരും ഇറങ്ങിപ്പോയി. AKG സെന്ററിലായിരുന്നു സംസ്ഥാന കൗൺസിൽ യോഗം. ജനറൽ സെക്രട്ടറിക്ക് പകരം സെക്രട്ടറിമാർ ചുമതല നിർവഹിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് ഹണി യോഗത്തെ അറിയിച്ചു. 4 മാസമായി ജനറൽ സെക്രട്ടറി യോഗങ്ങളിൽ പങ്കെടുക്കാറില്ലെന്ന് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു. ഇതിനിടെ സെക്രട്ടേറിയറ്റിലെ CPM അനുകൂല ജീവനക്കാരുടെ സംഘടന പിണറായി ദി ലെജൻഡ് എന്ന പേരിൽ ലക്ഷങ്ങൾ ചെലവിട്ട് ഡോക്യുമെന്ററി നിർമ്മിക്കാൻ പോവുകയാണ്. സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി തലസ്ഥാനത്ത് ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കും. കാരണഭൂതനും കാവലാളുമായി പിണറായിയെ പാടി പുകഴ്ത്തിയതിന് പിന്നാലെയാണ് നേതാവിനെ ഇതിഹാസമായി വാഴ്ത്തി ഡോക്യുമെന്ററി എത്തുന്നത്. 15 ലക്ഷം രൂപയാണ് ചിലവ്. നേമം സ്വദേശിയാണ് സംവിധായകൻ. നേതാവിന്റെ ജീവചരിത്രവും ഭരണ നേട്ടങ്ങളും നേതൃപാഠവും ഉൾക്കൊള്ളുന്നതാണ് പ്രമേയം. തുടർഭരണം ലക്ഷ്യമിട്ട് നീങ്ങുന്ന പിണറായിക്കുള്ള സമ്മാനമായാണ് CPM അനുകൂല സംഘടനയായ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഡോക്യുമെന്ററി ഒരുക്കുന്നത്. നേരത്തെ അസോസിയേഷൻ സുവർണ ജൂബിലി മന്ദിര ഉദ്ഘാടനത്തിന് പിണറായി എത്തുമ്പോൾ കേൾപ്പിക്കാൻ തയ്യാറാക്കിയ വാഴ്ത്തുപാട്ടും വലിയ വിവാദമായിരുന്നു. സ്വന്തം പാർട്ടിക്കും നേതാക്കന്മാർക്കും എന്ത് കാണിക്കാം, മറ്റാരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ കുറ്റം. ഇപ്പോഴതാ സർക്കാർ പരിപാടിയിൽ മുഖ്യമന്ത്രിക്കൊപ്പം CPM ജില്ലാ സെക്രട്ടറിയും വേദിയിൽ. KK രാഗേഷ് പങ്കെടുത്തത് ക്ഷണിക്കാതെയെന്ന് DTPC. പ്രധാനമന്ത്രി പങ്കെടുത്ത വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന വേദിയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വന്നിരുന്നപ്പോൾ എന്തൊക്കെയായിരുന്നു CPM പറഞ്ഞത്? ഇപ്പോഴതാ സർക്കാർ പരിപാടിയിൽ മുഖ്യമന്ത്രിക്കൊപ്പം CPM-ന്റെ ജില്ലാ സെക്രട്ടറി വേദി പങ്കിടുമ്പോൾ കുഴപ്പമില്ലേ എന്നാണ് പുതിയ ചോദ്യം. അവിടെ കൊണ്ട് തീർന്നില്ല. CPM അധ്യാപക സംഘടനാ നേതാവിന്റെ സ്ഥാനക്കയറ്റം. കേരള സർവകലാശാലയ്ക്ക് ഗവർണറുടെ ഷോക്കോസ്. തീരുമാനമെടുക്കാൻ അടിയന്തര സിൻഡിക്കേറ്റ്. ആ വഴിക്കും CPM-ന് ചോദ്യങ്ങൾ. കേരളത്തിലെ പല പ്രശ്നങ്ങൾക്കും ഉത്തരം നൽകാൻ CPM-ന് കഴിയുന്നില്ല എന്ന ആക്ഷേപങ്ങൾ ശക്തി പ്രാപിക്കുമ്പോൾ കേരളത്തിലിരുന്നുകൊണ്ട് അമേരിക്കയും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെയും വിമർശിക്കാനാണ് CPM-ന് ഇഷ്ടം. ട്രംപ് ലോകത്തിന്റെ പ്രസിഡന്റിനെ പോലെ പെരുമാറുന്നുവെന്നും പാർട്ടി നിരീക്ഷിച്ച് നിലപാടെടുക്കുമെന്നാണ് MA ബേബി പറയുന്നത്. കൊച്ചു കേരളത്തിലെ CPM അല്ലെങ്കിൽ ഇന്ത്യയിൽ കുറച്ചിടത്ത് മാത്രമുള്ള CPM ട്രംപിന്റെ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കാനാണെന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. അവിടെ കൊണ്ട് തീർന്നില്ല. LDF-നുള്ളിലെ കൂട്ടയടി പലപ്പോഴായി മറന്നേക്ക് പുറത്തു വന്നിരുന്നു. ഇപ്പോഴതാ മുഖ്യമന്ത്രിയുടെ ഉറ്റ ചങ്ക് MR അജിത് കുമാറിനെതിരെ മന്ത്രി രാജന്റെ മൊഴി. പൂരം കലക്കൽ. ADGP MR അജിത് കുമാറിനെ കുരുക്കുകയാണ് മന്ത്രി K രാജന്റെ മൊഴി. CPM-ഉം CPI-യും വീണ്ടും തുറന്ന പോരിലേക്ക് നീങ്ങുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കോൺഗ്രസ് രാജവംശത്തിന്റെ മകനും കമ്മ്യൂണിസ്റ്റ് രാജകുടുംബത്തിലെ മകളും അഴിമതിയിൽ അന്വേഷണം നേരിടുന്നുവെന്ന് അതിശക്തമായി ആഞ്ഞടിച്ച് രാഹുൽ ഗാന്ധിയെ വീണ വിജയനെ ലക്ഷ്യമിട്ട് രാജീവ് ചന്ദ്രശേഖർ കളം പിടിച്ചിട്ടുണ്ട്. അവിടെ കൊണ്ട് തീർന്നില്ല. മറുപടി നൽകാൻ ഉദ്ദേശിക്കുന്നില്ല. സിൽവർ ലൈനിൽ E ശ്രീധരന്റെ ബദലിനും റെഡ് സിഗ്നൽ. സർക്കാരിന്റെ ആ പ്രതീക്ഷയും മങ്ങി. സംസ്ഥാന സർക്കാരിനും CPM-നും പിണറായി വിജയനും വീണ്ടും ചോദ്യങ്ങളുടെ പെരുമഴക്കാലം. മുഖ്യമന്ത്രി ഉദ്ഘാടകനായ സർക്കാർ പരിപാടിയിൽ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും വേദിയിൽ. മുഴപ്പിലങ്ങാട് ധർമ്മടം സമഗ്ര ബീച്ച് ടൂറിസം പദ്ധതിയുടെ 1ാം ഘട്ട പൂർത്തീകരണത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ക്ഷണിക്കാതെ പങ്കെടുത്തത്. പരിപാടി സംബന്ധിച്ച് പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ പത്രക്കുറിപ്പിൽ മുൻ MP എന്നാണ് KK രാഗേഷിന്റെ പേരിനൊപ്പം ചേർത്തിരിക്കുന്നത്. എന്നാൽ വിനോദസഞ്ചാര വകുപ്പ് നടത്തിയ പരിപാടിയിലേക്ക് CPM ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്കോ മുൻ MP എന്ന നിലയ്ക്കോ രാഗേഷിനെ ക്ഷണിച്ചിട്ടില്ലെന്ന് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഇൻഫർമേഷൻ ഓഫീസർ വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുന്ന ചടങ്ങിൽ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പങ്കെടുത്തതിനെ രൂക്ഷമായി വിമർശിച്ച മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷനായ ചടങ്ങിലാണ് രാഗേഷ് ഇടം പിടിച്ചത്. മന്ത്രി റിയാസിന്റെ അടുത്തായിരുന്നു ഇരിപ്പിടം. മുഖ്യമന്ത്രിയുടെ മുൻ പ്രൈവറ്റ് സെക്രട്ടറിയും രാജ്യസഭാ മുൻ അംഗവുമായ രാഗേഷ് കഴിഞ്ഞ മാസമാണ് CPM ജില്ലാ സെക്രട്ടറിയായി ചുമതലയേറ്റത്. MP-മാരായ K സുധാകരൻ, V ശിവദാസൻ, P സന്തോഷ് കുമാർ എന്നിവരുടെ പേരുകൾ മുഖ്യ അതിഥികളായി കാര്യപരിപാടിയിൽ ഉണ്ടായിരുന്നെങ്കിലും ശിവദാസൻ മാത്രമേ പങ്കെടുത്തുള്ളൂ. കേരള സർവകലാശാലയിൽ CPM അധ്യാപക സംഘടനാ നേതാവായ സിൻഡിക്കേറ്റ് അംഗത്തിന് നിയമവിരുദ്ധമായി സ്ഥാനക്കയറ്റം നൽകാനുള്ള തീരുമാനത്തിൽ ചാൻസലറായ ഗവർണറുടെ കാരണം കാണിക്കൽ നോട്ടീസ്. സർവകലാശാല അധ്യാപകനും സിൻഡിക്കേറ്റ് അംഗവുമായ ഡോക്ടർ S നസീബിന് അസോസിയേറ്റ് പ്രൊഫസറായി സ്ഥാനക്കയറ്റം നൽകാൻ സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനത്തിലാണ് ഗവർണർ സർവകലാശാല രജിസ്ട്രാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. ഗവർണറുടെ നോട്ടീസിന് മറുപടി നൽകുന്നതിന് മുന്നോടിയായി കേരളയിൽ അടിയന്തര സിൻഡിക്കേറ്റ് യോഗം വിളിച്ചിട്ടുണ്ട്. ഗവർണറുടെ നോട്ടീസിന് മറുപടി നൽകൽ മാത്രമാണ് യോഗത്തിന്റെ അജണ്ട. അധ്യാപകന് സ്ഥാനക്കയറ്റം നൽകാനുള്ള സിൻഡിക്കേറ്റ് തീരുമാനം ചട്ടവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി നടപ്പാക്കുന്നത് തടഞ്ഞ വൈസ് ചാൻസലർ വിഷയം ഗവർണറുടെ പരിഗണനയ്ക്ക് വിടുകയായിരുന്നു.
ഇതിനെ തുടർന്നാണ് ഗവർണർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിമർശിച്ച CPM ജനറൽ സെക്രട്ടറി MA ബേബി ലോകത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിലാണ് ട്രംപ് മുന്നോട്ട് പോകുന്നതെന്നും സാഹചര്യങ്ങൾ നിരീക്ഷിച്ച് ട്രംപിനോടുള്ള നയത്തിൽ പാർട്ടി നിലപാടെടുക്കുമെന്നും MA ബേബി പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിലല്ല പെരുമാറുന്നതെന്നും ഈ വിഷയം പാർട്ടി നിരീക്ഷിച്ച് നിലപാട് സ്വീകരിക്കുമെന്നും MA ബേബി വ്യക്തമാക്കി. അതേസമയം സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏകാധിപതിയെ പോലെയാണ് പെരുമാറുന്നതെന്നും മുഖ്യമന്ത്രിയും കുടുംബവും വിഴിഞ്ഞം സന്ദർശനം നടത്തിയതുമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ വിമർശനവുമായി രംഗത്ത് വരുന്നത്. മാത്രമല്ല, കുത്തക മുതലാളികൾ, കോർപ്പറേറ്റ് മുതലാളിമാർ, കോർപ്പറേറ്റ് രാജ്യമെന്നൊക്കെ നിരന്തരം വിമർശിച്ചുകൊണ്ടിരിക്കുന്ന CPM ഞങ്ങളുടെ പാർട്ണർ അദാനി എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞത് വേദിയിൽ വെച്ച് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രോളിയതും കേരളം കണ്ടതാണ്. എന്നിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റിനെ MA ബേബി കുറ്റം പറയുന്നത് എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയുടെ പരിഹാസം. അവിടം കൊണ്ടും തീർന്നില്ല. തൃശൂർ പൂരം കലക്കലിൽ ADGP MR അജിത് കുമാറിനെ കുരുക്കി മന്ത്രി K രാജന്റെ മൊഴി. പൂരം മുടങ്ങിയ സമയത്ത് ഫോൺ വിളിച്ചപ്പോൾ കിട്ടിയില്ല. പ്രശ്ന സാധ്യതയെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടും നടപടി സ്വീകരിച്ചില്ലെന്നും മൊഴി. DGPയുടെ സംഘം അടുത്ത ആഴ്ച MR അജിത് കുമാറിന്റെ മൊഴിയെടുക്കും. പൂരം കലക്കൽ തടയുന്നതിൽ ADGP MR അജിത് കുമാറിന് വീഴ്ചയുണ്ടായെന്ന് സൂചിപ്പിക്കുന്ന മൊഴിയാണ് ഇക്കാര്യം അന്വേഷിക്കുന്ന DGP ദർവേഷ് സാഹിബിന്റെ സംഘത്തിന് പൂരം നടത്തിപ്പിന്റെ മുഖ്യ ചുമതലയുണ്ടായിരുന്ന മന്ത്രി K രാജൻ നൽകിയത്. പൂര ദിവസം രാവിലെ മുതൽ അജിത് കുമാർ തൃശൂരിലുണ്ടായിരുന്നു. പലതവണ ഫോണിൽ നേരിട്ട് സംസാരിച്ചു. തെക്കോട്ടിറക്ക സമയത്ത് പോലീസിന്റെ ഭാഗത്തു നിന്നും മോശം ഇടപെടലുണ്ടായി. പിന്നീട് അജിത് കുമാറിനെ കണ്ടപ്പോൾ രാത്രി എഴുന്നള്ളിപ്പ് സമയത്ത് പ്രശ്ന സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പും അത് പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്തണമെന്ന നിർദ്ദേശവും നൽകി. എന്നാൽ ചുമതലയുണ്ടായിരുന്ന ADGP ആയിട്ടും ചെയ്തില്ല. പൂരം തടസ്സപ്പെട്ട സമയത്ത് പലതവണ തുടരെ വിളിച്ചിട്ട് കിട്ടിയില്ല. ഔദ്യോഗിക നമ്പറിന് പുറമെ പേഴ്സണൽ നമ്പറിൽ വിളിച്ചപ്പോഴും എടുത്തില്ലെന്നും മന്ത്രിയുടെ മൊഴിയിലുണ്ട്. തൃശൂരിലുണ്ടായിട്ടും പൂരം തടസ്സപ്പെട്ടപ്പോൾ ADGP ഇടപെട്ടില്ലെന്നും അത് ഗുരുതര വീഴ്ചയെന്നുമായിരുന്നു DGPയുടെ ആദ്യ റിപ്പോർട്ട്. അത് ശരിവയ്ക്കുന്നതാണ് മന്ത്രിയുടെ മൊഴി. അതിനാൽ DGPയുടെ അന്വേഷണ റിപ്പോർട്ട് അജിത് കുമാറിനെതിരാകാനുള്ള സാധ്യതയേറി. മന്ത്രിയുടെ കുറ്റപ്പെടുത്തലിന് അജിത് കുമാറിന്റെ വിശദീകരണം എന്തെന്നാണ് ഇനി അറിയേണ്ടത്. അടുത്ത ആഴ്ച തന്നെ നോട്ടീസ് നൽകി മൊഴിയെടുക്കും. ഇതോടെ അന്വേഷണം പൂർത്തിയാക്കി DGP മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകും. 3.5 കോടി മലയാളികളുടെ വികസനവും ക്ഷേമവുമാണ് BJPയുടെ ലക്ഷ്യമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. BJPക്കും NDAയ്ക്കും മാത്രമേ സുസ്ഥിര വികസനം സാധ്യമാക്കാൻ കഴിയുകയുള്ളൂവെന്നും വികസിത കേരളം എന്ന BJP പറയുന്നതിന്റെ അടിസ്ഥാനം കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിന്റെ 11 വർഷത്തെ ഭരണ നേട്ടങ്ങളാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇവിടെ കമ്മ്യൂണിസ്റ്റ് രാജകുടുംബത്തിലെ മകളും SFIയുടെ അന്വേഷണം നേരിടുകയാണ്. എല്ലാവർക്കുമൊപ്പം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് BJPയുടെ നയം. കോൺഗ്രസ് രാജവംശത്തിലെ മകൻ നാഷണൽ ഹെറാൾഡ് കേസിൽ 2000 കോടി രൂപയുടെ അഴിമതി ആരോപണമാണ് നേരിടുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ സമ്മതത്തോടെ സിൽവർ ലൈൻ പദ്ധതിക്ക് ശ്രീധരൻ നൽകിയ ബദൽ നിർദ്ദേശം തൽക്കാലം പരിശോധിക്കുന്നില്ലെന്ന കേന്ദ്ര സർക്കാർ. ശ്രീധരന് മറുപടി നൽകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും സിൽവർ ലൈൻ DPRൽ നേരത്തെ നിർദ്ദേശിച്ച മാറ്റങ്ങൾ വരുത്തി പരിഷ്കരിച്ച് സമർപ്പിക്കാനും കേന്ദ്ര റെയിൽവേ മന്ത്രാലയം കേരളിനോട് നിർദ്ദേശിച്ചു. പരിഷ്കരിച്ച DPR കിട്ടുന്ന മുറയ്ക്ക് ശ്രീധരന്റെ നിർദ്ദേശവും പരിശോധിക്കാമെന്നാണ് നിലപാട്. ഇതോടെ ശ്രീധരന്റെ ഇടപെടലിൽ സിൽവർ ലൈൻ പദ്ധതിക്ക് അനുമതി നേടാമെന്ന സംസ്ഥാന സർക്കാരിന്റെ പ്രതീക്ഷ മങ്ങി. അങ്ങനെ ആ വഴിക്ക് പിണറായി സർക്കാരിന് തിരിച്ചടി.